നിർത്ത് കൂട്ടുവാനെ എന്താ പണി? ആ കുഞ്ഞാക്ക, ഞാൻ രാവിലെ തന്നെ ഇടി മഴയൊക്കെ വരുന്നുണ്ട്. ഈ ബാളൊക്കെ ഒന്നാട് മൂടി വെച്ചാലും അടിയായിട്ട് ഇറങ്ങിയതാ. എവിടെക്കപ്പോ രണ്ടാളും കൂടി പോണേ? രണ്ടാൾക്കാരെ കാണാണ്ട് ഓരെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. പിന്നെ അന്നി ഒന്ന് കാണ്ടീനി. ആ എന്താ കുഞ്ഞാക്ക പ്രശ്നം? മുഖത്തൊക്കെ ഒരു വല്ലായ്മ ഉണ്ടല്ലോ. വാലേക്കും സലാം. ഞാനേ മകന് ഗൾഫിക്ക് ഒന്ന് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഓൻ എവിടെയൊക്കെ പോയാണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പം 1,00,000 ഉറുപ്പ്യ വേണമെന്നാണ്. അപ്പൊ അത് ആരോടെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിക്കാണ്ട് പോവാണ്. നമ്മളെടുത്താണെങ്കിൽ 5ന്റെ പൈസ ഇല്ല. കടന്നിട്ട് ഉറക്കട് വരുന്നില്ല. അതാ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയത്. അല്ലപ്പോ ഓന് ഗൾഫിൽ തന്നെ പോണെന്ന് നിർബന്ധമുണ്ടോ? ഓന് അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അല്ലേ? ഇവിടെ ഏതെങ്കിലും നല്ല ജോലി എന്തൊക്കെ നോക്കിയാ പോരെ? ഓപ്പൊ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോകാത്ത സ്ഥലമല്ല, എല്ലായിടത്തും ഓൻ പോകുന്നു. ഇതൊക്കെ ഇപ്പൊ അവനാന്റെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ. ഒക്കെ മുക്കാലുള്ളവർക്കല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഓൻ എന്നോട് ഇടക്കിടക്ക് ഇങ്ങനെ പറയും, പാപ്പ നീ പണിക്ക് പോണ്ടാന്നല്ലേ. അപ്പൊ നീ ഓന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഓനൊന്ന് പറഞ്ഞേക്കാന്നുള്ള തീരുമാനം അപ്പൊ എന്റെ അടുത്തില്ല. ആര് കാലുവിട്ടിട്ടായാലും വേണ്ടില്ല, 1,00,000 ഉറുപ്പ്യ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം. എന്റെ കുട്ടി ഒന്ന് പോയി കഴിച്ചിലായി കണ്ടാ മതി. ഞാൻ പോയി നോക്കട്ടെ എന്നാല്. ആയിക്കോട്ടെ എന്നാല്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വീട് പോവാ. അല്ല അപ്പൊ നിങ്ങള് ചോദിച്ചോ മൂപ്പരോട്? എത്ര മൂപ്പര് പറഞ്ഞ ചോദിച്ചിട്ട്? ഞാൻ ചോദിച്ചിട്ടില്ല. അയാളെടുത്തൊന്നും കിട്ടലുണ്ടാവില്ല. വെറുതെ നമ്മൾ ചോദിച്ചാണ്ടെത്തിനാ ബിരിയാണി. അത് നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടും. എന്തെങ്കിലും ഒക്കെ കാട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അന്ന ഞാൻ എങ്ങനെയാലും ഇവിടുന്ന് പറഞ്ഞേക്കും. അത് ബേജാറാണ്. അല്ല പാപ്പേ, എന്റെ പോക്ക് ഇപ്പൊ നടക്കൂലേ? ആക്കെ നടക്കൂടാ. ഇത് ബേജാറാണ്. എന്റെ കുട്ടി കുടുങ്ങില്ല. എന്റെ കുട്ടി വണ്ടി വിട്ടാണ് നമ്മളോടിയും കുടുങ്ങില്ല. നിർത്ത്. ആരോ വിളിച്ചുണ്ട്. ശരി. എന്തായി പോയിട്ട് ഒക്കെ ശരിയായോ? അതൊന്നും ശരിയായില്ല. നമ്മൾ വെറുതെ രാവിലെ പോയിന്നോ. അതൊക്കെ ശരിയായിക്കോളും. ആരടുത്ത് പോയി ചോദിച്ചാലും ഇല്ല എന്ന് എല്ലാരും പറയുള്ളൂ. നമ്മളടുത്ത് 2 പവനുണ്ടെങ്കിൽ ആ വിറ്റുകാണ്ട് എന്നെങ്കിൽ ഓനെ പറഞ്ഞേക്കുന്നു. എന്താ ചെയ്യാ? എന്റെ കുട്ടി നിങ്ങള് സങ്കടപ്പെടല്ലേ, ഒക്കെ ശരിയായിക്കോളും. നിങ്ങളെ ഇടങ്ങാറല്ലേ വാപ്പേ കേട്ടോ? നിങ്ങൾ ഇടങ്ങാറായ ഞാനും ഇടങ്ങാറാവൂലേ? ഇത് ഈ വിസ പോയാല് വേറെ വിസ ഉണ്ട്, എത്രയോ വിസ ഉണ്ട്. അതിലൊക്കെ നമുക്ക് പോവാൻ ഇൻഷാ അല്ലാഹ്. അല്ല ആക്കെ ഈ വാപ്പാക്ക് സങ്കടം വരും ഇങ്ങനെ ഓരോ സംഗതി ആലോചിച്ചിട്ട്. ഇതൊന്നും അതിനകത്ത് നല്ല വിസ അല്ല വാപ്പേ. വിസ ഇഞ്ഞും വരും നമുക്ക് കേട്ടോ. കാക്കെ ഞങ്ങൾ പോവാന്നാ കേട്ടോ? വാപ്പ വരി പോവാ. നിങ്ങൾ ടെൻഷൻ ആയില്ലേ? അടക്ക് പോലെ. എന്തേ? എത്രയപ്പോ നിങ്ങൾക്ക് പോരായുള്ളത്? പോരായല്ല, ഒന്നും ഒത്തിട്ടില്ല. 1,00,000 ഉറുപ്പ്യ വേണം. ഓന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ഓന്റെ പോക്ക് മുടക്കണ്ട. അതിനെന്താ വേണ്ട വെച്ചാ ഞാൻ ചെയ്തു തരാം. ആയിക്കോട്ടെ. കുഞ്ഞാക്ക, സങ്കടപ്പെടല്ലേ. എന്നാ പോവേണ്ട ഡേറ്റ്? ഏപ്രിൽ 18-ാം തീയതി. എന്നാലേ പോണേന്റെ 2 ദിവസം മുന്നേ പൈസ അവിടെ എത്തിക്കാം കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ പൈസ ഒക്കെ ഇപ്പൊ ആയില്ലേ, സങ്കടപ്പെടണ്ട കേട്ടോ. എനിക്കൊരു അർജന്റും ഇല്ല. നിങ്ങൾ എടുത്ത് ഉണ്ടാവുമ്പോ തന്നാ മതി. ഞാൻ പിന്നെ നേരം വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളി. പോവാ നമ്മള്. എന്താ ഇത്? ആരുമില്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും തന്നെ. ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറ്റണാല്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.